ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മാത്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് കൂടി പറയാം. പക്ഷേ ഇത് +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു ക്ലോക്കിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് വരച്ചിരിക്കുന്നത്, എൻ്റെ മിനിയേച്ചറാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ സമയം 3 മണിയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഡെയിലി നോക്കുന്ന ഒരു കാര്യമാണ് വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സർക്കുലർ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി 360 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ 360 ഡിഗ്രീനെ ഈക്വൽ ആയിട്ടുള്ള 12 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓരോ ആംഗിളും ഓരോ ഈ പാർട്ടും എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെ 12 ഭാഗങ്ങൾ 12 ഭാഗങ്ങൾ 12 × 30 360. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോക്കിൽ 1 മണിക്കൂർ ആകുക എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലോക്ക് 3-ലായിരിക്കുമ്പോൾ 3 o'clock അല്ലെങ്കിൽ 3 മണി സമയം എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 6 o'clock ആകുമ്പോൾ ഇത് 180 ഡിഗ്രി ആയിരിക്കും. വീണ്ടും 9-ലേക്ക് വരുമ്പോൾ ഇത് 270 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും 12-ലായിരിക്കുമ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും 360 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് +2-ലുള്ള ഇതിൻ്റെ ആംഗിൾ മെഷർ ഡിഗ്രിയും റേഡിയനും എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. 360 ഡിഗ്രിയാണ് നമുക്ക് 2π റേഡിയൻ എന്ന് നമുക്ക് അറിയാം. +1 +2 സയൻസ് പഠിക്കുന്ന എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവും. ഇല്ലാത്തൊരു ശ്രദ്ധിക്കുക. 360 ഡിഗ്രിയാണ് 2π റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ, ഈ തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നാണ്. തീറ്റ = ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ തീറ്റ ഒരു സർക്കിളിൻ്റെ ടോട്ടലായിട്ടുള്ള ഇത് 2π റേഡിയൻ എന്ന് വരുന്നത് എങ്ങനെയാണ്, സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അതുപോലെ അതിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. തീറ്റ = 2πr/r, r ഡിവൈഡ് ചെയ്ത് പോയി. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 2π കിട്ടും. അപ്പോൾ ദാറ്റ് മീൻസ് 2π റേഡിയൻ ആണ് 360 ഡിഗ്രി. അപ്പോൾ റേഡിയൻ ഡിഗ്രി മെഷറിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് 360 ഡിഗ്രി 2π റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ റേഡിയനാണ്. ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് അറിഞ്ഞാൽ നമുക്ക് 90, 180, 270, 360 ഇങ്ങനെയുള്ളതിനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. 0 ഡിഗ്രി എന്ന് പറയുന്നത് 0 തന്നെയാണ്. അതുപോലെ തന്നെ 90 ഡിഗ്രി എന്ന് പറയുന്നത് π/2 റേഡിയനാണ്. 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ റേഡിയനാണ്. 270 ഡിഗ്രി എന്ന് പറയുന്നത് 3π/2 റേഡിയനാണ്. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടായിട്ട് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനോട് ബന്ധപ്പെട്ട മറ്റു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും